الشفائية نور الأبصار واليدية وعلى آله وصحبه وسلم. اللهم اغفر لنا بما قدمنا القرآن العظيم. إنا إلى حضرة سيدنا محمد صلى الله عليه وسلم وإلى حضرات الأنبياء والمرسلين وإلى حضرات صحابتنا وأهل بيت رسول الله صلى الله عليه وسلم وإلى حضرات الصحابة البدريين وهم البقية الصحابة والشهداء والأجمعين وإلى حضرات أولياء الله من مشايخ الأرض ومغاربها. اللهم اهدهم بجاههم بارك لنا خصوصا بنا خاصة يا رب العالمين. اللهم بارك لنا في اجتماعنا يا الله. اللهم رب اهدنا علما وفهما وعلمنا بتمام الخير والسعادة. اللهم رب ارحمهما كما ربونا صغارا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وارحمنا بالدعاء برحمتك يا رب. السلام عليكم ورحمة الله وبركاته. വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, 2020-21 അക്കാഡമിക് ഇയറിലെ SLC ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങിലാണ് നാം സംബന്ധിച്ചിട്ടുള്ളത്. നമുക്ക് ഈ സെഷൻ വളരെ പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കാൻ കാരണം നമുക്കെല്ലാം അറിയുന്നത് പോലെ തന്നെ കോവിഡ് മഹാമാരിയിലാണ് നമ്മൾ നിലകൊണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ SLC എക്സാം വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഓൺലൈൻ സംവിധാനത്തിലൂടെ കുട്ടികൾ ക്ലാസ് അറ്റൻഡ് ചെയ്തത്. അതിലുപരി അവരെ അതിന് തയ്യാറാക്കിയ അധ്യാപകരും വേറെ പണിപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ മാത്രമാണ് കുട്ടികൾക്ക് സ്കൂളിലേക്ക് വരാനുള്ള സാഹചര്യം, സംശയ നിവാരണത്തിൻ്റെ പേരിൽ സ്കൂളിലേക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടായത്. എന്നിട്ടും മികച്ച ഒരു റിസൾട്ട് നമുക്ക് കാഴ്ചവെക്കാൻ സാധിച്ചു. അങ്ങനെ നല്ല റിസൾട്ട് തന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ അവരെ അതിന് പ്രാപ്തരാക്കിയ അധ്യാപകർ, നമ്മൾ പ്രത്യേകം ടൈം ടേബിൾ ഷെഡ്യൂൾ ചെയ്ത് അവരോട് അറിയിക്കുമ്പോൾ യാതൊരു പ്രയാസവും അറിയിക്കാതെ നമ്മോടൊപ്പം നിന്ന് സഹകരിച്ച നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർ, അവരെയും ഈ അവസരത്തിൽ പ്രത്യേകം സ്മരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മാനേജ്മെന്റിന്റെ 100% സപ്പോർട്ട് നമുക്കുണ്ടായിരുന്നു. നമ്മുടെ അക്കാഡമിക് ഡയറക്ടർ കൂടിയായിട്ടുള്ള അഷ്റഫ് സാഹിബ് എല്ലാ സമയത്തും നമുക്കതിന് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ തന്നുകൊണ്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അവർക്കും ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ രക്ഷിതാക്കളും യാതൊരു പ്രയാസവുമില്ലാതെ കുട്ടികളെ സ്കൂളിൽ എത്തിക്കുന്നതിനും, കാരണം സ്കൂൾ വാഹന സൗകര്യമില്ലാഞ്ഞിട്ട് പോലും അവരുടെ ഭാവി ഓർത്ത് വളരെ പ്രയാസപ്പെട്ട് കുട്ടികളെ സ്കൂളിലേക്ക് എത്തിച്ചു തിരിച്ചു കൊണ്ടുപോയി. ആ 2 മാസ കാലയളവിൽ അവരെയും മുഴുവൻ സ്കൂൾ സ്റ്റാഫിനെയും നോൺ ടീച്ചിങ് സ്റ്റാഫിനെയും എല്ലാവരെയും ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. നമുക്കറിയാം, SLC കഴിഞ്ഞു. ഇനി നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം +1 അഡ്മിഷനാണ്. ഓരോ സ്കൂളിന്റെ ചരിത്രം എടുത്ത് നോക്കുമ്പോഴും അവിടെയൊക്കെ A+ന്റെ എണ്ണം കൂടുകയും ആ മുഴുവൻ A+ കിട്ടിയ കുട്ടികൾക്ക് പോലും അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കോഴ്സിന് അവർ ഉദ്ദേശിച്ച സ്കൂളുകളിൽ അഡ്മിഷൻ കിട്ടുക എന്നുള്ളത് നല്ല പ്രയാസമുള്ള ഒരു സാഹചര്യത്തിലാണ്. അപ്പോൾ പിന്നെ അവർക്ക് ഒരു +പോയിന്റ് ആയിട്ട് കിട്ടുന്നത് JRC സ്കൗട്ട് പോലുള്ള കാര്യങ്ങളാണ്. നമ്മുടെ കുട്ടികൾക്ക്
ആദ്യത്തെ ബാച്ചായിരുന്നു നമ്മുടെ JRCയുടെ ആദ്യത്തെ ബാച്ചായിരുന്നു സി ലെവൽ പരീക്ഷ എഴുതി. നമ്മൾ നല്ല പ്രതീക്ഷയിൽ ഗ്രേസ് മാർക്കൊക്കെ കിട്ടുന്ന പ്രതീക്ഷയിലായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ A+ന്റെ എണ്ണം ഒന്നുകൂടി വർദ്ധിപ്പിക്കാമായിരുന്നു. ഏതായാലും ഒരു സ്കൂളിലും അങ്ങനെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമുക്കും ആശ്വസിക്കാം. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ അഡ്മിഷന് അത് ഗ്രേസ് മാർക്കായിട്ട് ബോണസ് പോയിന്റ് ആയിട്ട് ഉൾപ്പെടുത്തുമെന്നാണ് അറിയാൻ സാധിച്ചത്. തുടർന്ന് അങ്ങോട്ടും നിങ്ങൾ പഠിക്കുമ്പോൾ നല്ല കോഴ്സുകൾ സെലക്ട് ചെയ്യുക, സ്ഥാപനത്തെ മറക്കാതിരിക്കുക. ഇന്നിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളിവിടെ ഇന്ന് ആദരിക്കുന്നത് 2020-2021 SLC പാസ് ഔട്ടായ കുട്ടികളെയാണ്. അതോടൊപ്പം തന്നെ 2021-2022 SLC എഴുതാനിരിക്കുന്ന കുട്ടികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇത് അവർക്കൊരു പ്രചോദനമാവട്ടെ. വരും വർഷത്തിൽ കൂടുതൽ A+കൾ സൃഷ്ടിക്കാൻ, മാർക്കിലും ജീവിതത്തിലും A+ സൃഷ്ടിക്കാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. എൻ്റെ അർപ്പിതമായിട്ടുള്ള കർത്തവ്യം ഈ പരിപാടിയിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള മർക്കസിന്റെ മുഖ്യ രക്ഷാധികാരി, ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ അഭിമന്യരായ ASK തങ്ങളെ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പരിപാടിയിൽ മുഖ്യാതിഥിയായി ഇവിടെ എത്തിച്ചേർന്നുള്ളത് ഈ സ്കൂൾ ഉൾക്കൊള്ളുന്ന ഡിവിഷനിന്റെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ VKM ഷാഫി അവറുകളാണ്. അദ്ദേഹത്തെയും സ്കൂളിന് വേണ്ടി എൻ്റെ സ്വന്തം നിലക്കും ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നത് ഹുസൈൻ തലക്കെടുത്തൂർ അവർ, സ്ഥാപനത്തിന്റെ സെക്രട്ടറി. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വേദിയിലിരിക്കുന്ന CSK മുഹമ്മദ് സാഹിബ്, N മുഹമ്മദ് അഷ്റഫ്, PT കാസിം, MP കുഞ്ഞാപ്പു ഹാജി, MM ഏനിക്കുട്ടി ഹാജി, P അലി ഹാജി, ഉമ്മർ ഹാജി, അലിമോൻ ഹാജി, കോയക്കുട്ടി സാഹിബ്, അബു ഹാജി. അതോടൊപ്പം തന്നെ ഈ പരിപാടിയുടെ സമാപന പ്രസംഗം നടത്തുന്ന, നന്ദി അവതരിപ്പിക്കുന്ന റസാഖ് മാസ്റ്റർ, സ്കൂളിന്റെ മാനേജർ, അദ്ദേഹത്തെയും എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെയും രക്ഷിതാക്കളെയും അതിലുപരി പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെയും എല്ലാവരെയും പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് വേണ്ടി സെക്രട്ടറിയോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. ഈ വേദിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ഈ സ്ഥാപനത്തിന്റെ മുഖ്യ രക്ഷാധികാരി കൂടിയായ ബഹുമാനപ്പെട്ട ASK വളരെ ആദരവുണ്ട്. ബഹുമാനപ്പെട്ട ഈ സ്ഥാപനത്തിന്റെ കമ്മിറ്റി ഭാരവാഹികളും അതുപോലെ തന്നെ ഈ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കൾ, വളരെ മഹത്തായ ഒരു പരിപാടിയിലാണ് നാം ചേർന്നിട്ടുള്ളത്. SSLC കൂടുതൽ മാർക്കും അതുപോലെ A+ കിട്ടി സന്തോഷത്തോടെ സമ്മാനം വാങ്ങാൻ വേണ്ടി, മുന്നോട്ട് വാങ്ങാനൊക്കെ വേണ്ടി വന്നിരിക്കുന്ന രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഇനി അങ്ങോട്ടും ഇതുപോലെ നല്ല വിജയമുള്ള കരസ്ഥമാക്കി തരത്തിലെന്ന് ദുആ ചെയ്യുന്നു. വളരെ പ്രധാനപ്പെട്ട വിഷയം നിങ്ങളുടെ മുന്നിൽ വെക്കാനുള്ളത്, ഈ 2 ആഴ്ചൻ്റെ ഉള്ളിൽ 2-3 രക്ഷിതാക്കൾ എൻ്റെ അടുത്ത് വന്നു. ആ രക്ഷിതാക്കൾക്കൊക്കെ ഉള്ള ഏറ്റവും വലിയ പരാതി, ഈ മൊബൈൽ ഉപയോഗത്തിലൂടെ കുട്ടികൾ നിയന്ത്രണം വിട്ടു എന്നുള്ളതാകുന്നു. ഒരു മാതാവ് 10ാം ക്ലാസ് പാസ്സായ ഒരു കുട്ടീനെ, അവൻ ഹിഫ്ളും ഒക്കെ പഠിച്ചൊരു കുട്ടിയാണ്. അങ്ങനെ ആ കുട്ടീനെ ക്ലാസ്സൊക്കെ കുറച്ച് പഠിച്ചു ലെവലായതിനു ശേഷം ഗെയിം കളിക്കണ്ട എന്ന് പറഞ്ഞതിന് വേണ്ടി മാത്രം ഏകദേശം രാവിലെ തൊട്ട് രാത്രി 1:30 വരെ ഗെയിം കളിക്കാനുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ വല്ലാതെ വിശക്കും, വെള്ളം കുടിക്കും, ഭക്ഷണം പറഞ്ഞ രീതിയിലൊക്കെ കഴിക്കുന്നുള്ളൂ. അങ്ങനത്തെ രീതിയിലുള്ള ഒരു കുട്ടീനെ ഉപദേശിച്ചപ്പോൾ ആ മൊബൈൽ വാങ്ങി വെച്ച് പകരം അവൻ്റെ ഉമ്മാക്ക് കൊടുത്ത ഒരു വളരെ വേദനാജനമായ ഒരു പണി. ഉമ്മ അറിയാതെ ആ മൊബൈൽ എടുത്തുകൊണ്ട് വാപ്പാക്ക് മെസ്സേജ് അയച്ചു, ഉമ്മാക്ക് വേറൊരാളിൻ്റെ പ്രേമുണ്ട് എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് എപ്പോഴും ചാറ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് മൊബൈൽ തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ കുടുംബം വിഷമത്തിലാക്കി.
അത് വളരെ വേദനയോടെ എൻ്റെ അടുത്ത് പറയാൻ വേണ്ടി ഞാൻ കൺസൾട്ടിങ് ചെയ്യുന്ന അവിടെ വന്ന് പറഞ്ഞു. അതുപോലെ ധാരാളം കേസുകൾ ഈ മൊബൈലിൻ്റെ ഈ പഠനം, ആദ്യം സ്കൂൾക്ക് മൊബൈൽ കൊണ്ടുപോകാൻ പാടില്ല എന്നായിരുന്നു, ഇപ്പോൾ സ്കൂളൊക്കെ മൊബൈലിൻ്റെ ഉള്ളിലായി. അപ്പോൾ അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു വിഷയമാകുന്നു. നെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും മൊബൈലിൻ്റെ ഉള്ളിൽ തന്നെ രണ്ട് ഡിവൈഡാക്കി വെച്ചിട്ട് ഒരു ഭാഗത്ത് ക്ലാസ് കാണാം, ഒരു ഭാഗത്ത് ഫിലിമും കാണാം. അങ്ങനത്തെ രീതിയിലാണ് ഗെയിം കളിക്കുക എന്നുള്ള സംവിധാനമൊക്കെ ഉള്ള ഒരു പ്രയാസകരമായ രീതിയിലാണ് വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോയി ഇരിക്കുന്നത്. എല്ലാ രക്ഷിതാക്കളും ആ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ ഒരു മതബോധം നൽകുകയും അതുപോലെ തന്നെ മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണം എന്നുള്ള രീതിയും കൂടി നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടതുണ്ട്. A+ഉം അതുപോലെ തന്നെ വലിയ ഉന്നത പഠനങ്ങളൊക്കെ എത്തി വലിയ സ്ഥാനങ്ങളൊക്കെ എത്തുമ്പോൾ എങ്ങനെയാണ് മനുഷ്യനായി ജീവിക്കേണ്ടത് എന്നുള്ളത് പഠിക്കാനാണ് നാം മറന്നു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ ഒരുമി വൈകിയ വേളയാണ്, കൂടുതലൊന്നും പറയുന്നില്ല. ഇങ്ങനത്തെ സാഹചര്യമായതുകൊണ്ട് പുതിയ രോഗങ്ങൾ വന്നിട്ടുണ്ടെന്ന് കേട്ടു. കോവിഡ് മാത്രമല്ല, വേറെ എന്തൊക്കെ ചില രോഗങ്ങൾ വള്ളിക്കുന്ന് പഞ്ചായത്തിൽ ചില ഏരിയയിലുണ്ടെന്ന് കേട്ടു. ഞാൻ വരുമ്പോൾ ചില ഭാഗങ്ങളൊക്കെ അടച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ പരീക്ഷണങ്ങളും രോഗങ്ങളും ശാസ്ത്രലോകത്തിന് കണ്ടെത്താൻ കഴിയാത്ത രീതിയിലുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ ഇപ്പോഴത്തെ പോക്ക് വളരെയധികം ചിന്തിക്കേണ്ടതുണ്ട്. ഏറ്റവും വലിയ കണ്ടുപിടുത്തക്കാരായ ചൈന വരെ വരച്ചു പോയിട്ടുണ്ട് ആ വെള്ളപ്പൊക്കം. ഒരാൾക്കും ഒരാത്മീയമായ എന്തോ ഒരു ശക്തി ലോകത്തെ നിയന്ത്രിക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധം മനുഷ്യന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വളരെയധികം ചിന്തിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നൊരു അവസ്ഥയിലാണ് ഞാൻ നിങ്ങളൊക്കെ ഉള്ളത്. നമ്മളെ മക്കളൊക്കെ മാതാപിതാക്കൾക്ക് ഉപകാരപ്പെടുന്ന നല്ല സ്വലിഹീങ്ങൾ ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവരും മക്കളും അള്ളാഹു സ്വാലിഹീങ്ങളാക്കട്ടെ, മാതാപിതാക്കളെ അനുസരിക്കുന്നവരും അതുപോലെ തന്നെ സമൂഹത്തിന് ഉപകാരപ്പെടുന്നവരുമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവാക്യത്തോടു കൂടി ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ആദരണീയരായ തങ്ങളവർക്ക് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബഹുമാനപ്പെട്ട ഷാബി സാഹിബ്, ഇതിലിരിക്കുന്ന മർക്കസ് മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരെ, സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, അധ്യാപകരെ, സ്നേഹനിധികളെ, അധ്യാപകരെ, അധ്യക്ഷ പ്രസംഗത്തിന് പ്രസക്തിയില്ല എന്നറിയാം. നമ്മൾ മനസ്സിലാക്കുന്ന നമ്മൾ ആദ്യമായി ഈ പ്രതികൂല സാഹചര്യത്തിലും നല്ലൊരു വിജയം നേടിത്തന്ന നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെയും അതിനവരെ പാകപ്പെടുത്തി നിർത്തിയ നമ്മുടെ അധ്യാപകരെയും ആദ്യമായി സ്ഥാപനത്തിന് വേണ്ടി നമ്മുടെ കടമയും കടപ്പാടും അറിയിക്കുക. ഒരു 3.5 പതിറ്റാണ്ട് മുമ്പ് നമ്മുടെ മർഹൂം പി ടി കുഞ്ഞുട്ടിയാജിയും ആദരണീയനായ അശ്വതി തങ്ങളൊക്കെ ഈ പ്രദേശത്തുള്ള പെൺകുട്ടികൾക്ക് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ അവരെ ഭൗതിക വിദ്യാഭ്യാസം പര്യാപ്തമാക്കുകയും അതോടൊപ്പം തന്നെ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ പാകപ്പെടുത്തിയെടുക്കുകയും ചെയ്യാൻ ഉദാത്തമായ ലക്ഷ്യത്തോടുകൂടി തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. അവരുടെ ആ പ്രഖ്യാപന ലക്ഷ്യങ്ങൾ ഒരിഞ്ച് പോലും പുറകോട്ട് പോകാൻ ഇന്നുവരെ ഈ സ്ഥാപനം കൊണ്ടുപോയിട്ടില്ല. എനിക്ക് പറയാനുള്ളത്, ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ വർഷമാണ് നമ്മുടെ ഒരു പുതിയ ബിൽഡിംഗും സംവിധാനങ്ങളും നമുക്ക് ആയത്. ജില്ലയിലെ ഏറ്റവും നല്ല വിദ്യാലയമായി നമ്മുടെ ഈ സ്ഥാപനത്തെ വളർത്തിയെടുക്കാൻ മാനേജ്മെന്റ് പ്രതിജ്ഞാബദ്ധമാണ്. അതിന് നിങ്ങളുടെയൊക്കെ പിന്തുണയും പ്രാർത്ഥനയുമാണെന്ന് ആവശ്യം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിഷയങ്ങൾ ബഹുമാനപ്പെട്ട നമ്മുടെ വി കെ ഷാബി സാഹിബ്, നമ്മുടെ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളൊക്കെ പറയും. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഈ പരിപാടിയിൽ നമ്മുടെ മുഖ്യാതിഥിയായ ബഹുമാനപ്പെട്ട വി കെ ഷാബി സാഹിബ് പിന്നെ നിങ്ങളോട് സംസാരിക്കുന്നതിനോട് ക്ഷണിക്കുകയാണ്. ഇസ്ലാമേ അധ്യക്ഷൻ മർക്കസ് സ്ഥാപനങ്ങളുടെ സെക്രട്ടറി പ്രിയപ്പെട്ട ഹുസൈൻ സാഹിബ് തലക്കെടുത്തു. ഈ മഹത്തായ സംഗമത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ആദരണീയനായ സ്ഥാപനത്തിൻ്റെ മുഖ്യ രക്ഷാധികാരി കൂടിയായിട്ടുള്ള സയ്യിദ് KSK തങ്ങൾ അവർ
നമ്മുടെ പ്രിയങ്കരനായ പ്രിൻസിപ്പൽ അബ്ദുൽ ജലീൽ മാസ്റ്റർ, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ഒട്ടേറെ സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റ് കമ്മിറ്റി അംഗങ്ങളും സ്ഥാപനത്തിൻ്റെ മാനേജർ ഉൾപ്പെടെ പ്രിയപ്പെട്ട CSK മുഹമ്മദ് സാഹിബ്, N മുഹമ്മദ് അഷ്റഫ് സാഹിബ്, MT കാസിം സാഹിബ്, MP കുഞ്ഞാവ് ഹാജി, MM ഏന്ദ്രിൻകുട്ടി ഹാജി, P അലി ഹാജി, ഉമർ ഹാജി, അലിമോൻ ഹാജി, പ്രിയപ്പെട്ട കോയക്കുട്ടി സാഹിബ്, അബു ഹാജി, നമ്മുടെ പ്രിയപ്പെട്ട റസാഖ് മാഷ് ഉൾപ്പെടെ പ്രിയങ്കരനായ നമ്മുടെ സദർ ഉസ്താദ് ഉൾപ്പെടെ ഇന്നത്തെ ഈ പരിപാടിയുടെ വിശിഷ്ട അതിഥികളായ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് നല്ല വിജയം വരിച്ച പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ, അവരുടെ രക്ഷിതാക്കൾ, പ്രിയപ്പെട്ട നാട്ടുകാർ, എല്ലാവരെയും ഈ ഒരു നല്ല ദിവസം അഭിവാദ്യം ചെയ്യാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. പത്താം തരം നല്ല മാർക്ക് വാങ്ങി വിജയിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രധാനപ്പെട്ട സന്തോഷമുണ്ടാകുന്ന ഒരു കാര്യമാണ്. അത് പ്രതിസന്ധികളുടെ പ്രയാസങ്ങളുടെ ഒരു കാലത്താകുമ്പോൾ ആ സന്തോഷത്തിന് നമുക്ക് ഇരട്ടി മധുരമുണ്ട്. ലോകം മുഴുവൻ ലോക്ക്ഡൗൺ ആയ സമയം, നമ്മുടെ നാട് വലിയ പ്രതിസന്ധിയിൽ അകപ്പെട്ട സമയം, ക്ലാസ് റൂമുകളിൽ ഒരുമിച്ചിരിക്കാൻ കഴിയാതെ പോയ വർഷം, ഒരുപക്ഷെ നേരിട്ട് വിദ്യാഭ്യാസം പകരുന്നതിനേക്കാൾ എത്രയോ പ്രയാസം നിറഞ്ഞ ഓൺലൈൻ വിദ്യാഭ്യാസത്തിന്റെ സമയം, ഈ മഹാമാരി കാലഘട്ടത്തിൽ എല്ലാ പ്രതിസന്ധികൾക്കും പ്രയാസങ്ങൾക്കും ഇടയിൽ നിന്നുകൊണ്ട് മിന്നുന്ന വിജയം നേടിയിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥിനികളെയും ഹൃദയത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് അഭിനന്ദനങ്ങൾ അറിയിക്കുവാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ഈ സ്ഥാപനം നമുക്കറിയാം, ചെറുപ്പകാലഘട്ടം മുതൽ തന്നെ നിങ്ങൾ ഈ സ്ഥാപനത്തിൽ പഠിച്ചവരാണ്. ഇത്തവണ പത്താം തരം കഴിഞ്ഞിറങ്ങുന്ന ഭൂരിപക്ഷം വിദ്യാർത്ഥികൾ മറ്റുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പോലെയല്ല. ഓരോ സ്ഥാപനങ്ങളും പടുത്തുയർത്തുമ്പോൾ ആ സ്ഥാപനത്തിന് ശിലപാകിയ ആളുകൾക്ക് അവർക്ക് ഓരോ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ അഭിവന്ദ്യനായ സെക്രട്ടറി ഇവിടെ സൂചിപ്പിച്ചത്. അസ്ഹരിത്തങ്ങളും കുഞ്ഞുട്ടി സാഹിബും ഒക്കെ ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ പടുത്തുയർത്താനുള്ള പരിശ്രമങ്ങൾ നടത്തിയപ്പോൾ അതിലേറെ അവർ ആഗ്രഹിച്ചത് ഈ പാവപ്പെട്ട പ്രദേശത്തെ വിദ്യാർത്ഥിനികളുടെ വിദ്യാഭ്യാസമാണ്. മഹാനായ CH മുഹമ്മദ് കോയ സാഹിബിനെ കുറിച്ച് നിങ്ങളിൽ എല്ലാവർക്കും അറിയുമായിരിക്കും. കാരണം കേരളത്തിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാരിൽ ഒരാളായിരുന്നു മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ്. കൈകാര്യം ചെയ്യാത്ത വകുപ്പുകൾ വളരെ കുറവായിരുന്നു. 3 അംഗ മന്ത്രിസഭയുള്ള സമയത്ത് ആ 3 അംഗ മന്ത്രിസഭയുടെ കാലഘട്ടത്തിൽ സഹമന്ത്രിമാരായിട്ടുള്ള 2 മന്ത്രിമാരെക്കാൾ അവർ കൈകാര്യം ചെയ്യാത്ത എല്ലാ വകുപ്പുകളും കൈകാര്യം ചെയ്തത് മഹാനായ CH ആണ്. പ്രതിപാദനനായ നേതാവായിരുന്നു CH മുഹമ്മദ് കോയ സാഹിബ്. ആ മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ് ആ കാലഘട്ടത്തിലെ 10ാം തരത്തിന്റെ റിസൾട്ട് വരിക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ രക്ഷിതാക്കൾക്കൊക്കെ അറിയാം, അന്ന് റാങ്ക് ജേതാക്കളെയാണ് പ്രഖ്യാപിക്കുക. റാങ്ക് ജേതാക്കളുടെ 1ാം റാങ്കുകാരന്റെ അല്ലെങ്കിൽ 1ാം റാങ്കുകാരിയുടെ വീട്ടിൽ പോയി ആ റാങ്കുകാരിയെ അഭിനന്ദിച്ചുകൊണ്ടാണ് അക്കാലഘട്ടത്തിൽ 10ാം തരത്തിന്റെ റിസൾട്ട് പ്രഖ്യാപിക്കുക. പിറ്റത്തെ ദിവസം അച്ചടിച്ചു വരുന്ന മലയാള ദിനപത്രങ്ങളിൽ
ഓരോരുത്തരുടെയും രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ടാണ് അക്കാലഘട്ടത്തിൽ SSLC ജയിച്ചോ തോറ്റോ എന്ന് നോക്കുക ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു റാങ്ക് ജേതാവിന്റെ വീട്ടിലേക്കുള്ള യാത്രക്കിടയിൽ മഹാനായ CH കാറിലുണ്ടായിരുന്ന സഹപ്രവർത്തകരോട് സൂചിപ്പിച്ചു, റാങ്കിൽ അധികവും ഒട്ടുമുക്കാൽ ഭാഗവും തിരുവിതാംകൂർ മേഖലയിലായിരിക്കും, തെക്കൻ മേഖലയിലായിരിക്കും. പിന്നോക്കത്തിന്റെ കാവടിയേന്താൻ വിധിക്കപ്പെട്ട ഈ മലബാറിൽ നിന്ന്, വിശിഷ്യ ഞാൻ ഉൾക്കൊള്ളുന്ന എന്റെ സമുദായത്തിൽ നിന്ന്, അതിനേക്കാൾ അപ്പുറത്ത് എന്റെ സമുദായത്തിലെ തട്ടമിട്ട മഫ്തയിട്ട പെൺകുട്ടികളിൽ നിന്ന് എന്നാണ് 10ാം ക്ലാസ്സുകാരിൽ നിന്ന് റാങ്ക് ജേതാക്കൾ ഉണ്ടാവുക എന്നുള്ളത് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്, കൊതിച്ചു പോവുകയാണ് എന്ന് മഹാനായ CH പറഞ്ഞത് വായിച്ചത് ഓർക്കുകയാണ്. മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ് ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ കഴിഞ്ഞ SSLCയുടെ റിസൾട്ട് വന്നതിന് ശേഷം ഞങ്ങളൊക്കെ ഓരോ ദിവസവും 2, 3, 4 പരിപാടികളിൽ 10ാം തരം വിജയിച്ച കുട്ടികളെ അഭിനന്ദിക്കുന്ന ചടങ്ങിൽ സംബന്ധിക്കുന്നുണ്ട്. 80% മുഴുവൻ A+ വാങ്ങി വിജയിച്ച കുട്ടികളും പെൺകുട്ടികളാണ് എന്ന് അഭിമാനത്തോടുകൂടെ പറയാൻ കഴിയാവുന്ന ഒരു സാഹചര്യമാണ് എല്ലായിടത്തുമുള്ളത്. മഹാന്മാരായ നേതാക്കന്മാരുടെ കഴുത്തുകൊടുക്കെ കാണാൻ ആഗ്രഹിച്ച, സന്തോഷിക്കാൻ ആഗ്രഹിച്ച വലിയ ഒരു അനുഭൂതി ആ മഹാരഥന്മാരായ നേതാക്കന്മാർ ഉളവാക്കുന്ന രീതിയിലാണ് നമ്മുടെ റിസൾട്ടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട കുട്ടികളെ, ഇങ്ങനെയുള്ള വിജയം നമുക്ക് കരഗതമാകുമ്പോൾ ഈ വിജയത്തിന്റെ പിന്നിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി തന്നിട്ടുള്ള പൂർവ്വപിതാക്കളായ മഹത്തുക്കളെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്, സ്മരിക്കേണ്ടതുണ്ട്. പിന്നോക്കത്തിന്റെ വലിയ അഗാധ ഘട്ടത്തിലേക്ക് പോയവരാണ് വിശിഷ്യ മലബാറിലെ നമ്മളൊക്കെ. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? അത് സംഭവിച്ചത് ഈ രാജ്യത്തിന്റെ നിലനിൽപ്പാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് എന്ന ചിന്തയിൽ നിന്ന് നമ്മുടെ പൂർവ്വപിതാക്കൾ എന്തു ചെയ്തു? മഹാത്മാഗാന്ധിജി അടക്കമുള്ള ദേശാഭിമാനികളായിട്ടുള്ള സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി പടപൊരുതിയ നേതാക്കന്മാരുടെ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് പള്ളിക്കൂടങ്ങളിലേക്കുള്ള യാത്രകൾ അവസാനിപ്പിച്ച്, തൊഴിലിടങ്ങളിലേക്കുള്ള യാത്രകൾ അവസാനിപ്പിച്ച് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി രംഗത്തിറങ്ങിയപ്പോ നമുക്ക് വിദ്യാഭ്യാസവും സമ്പത്തും ഒക്കെ നഷ്ടപ്പെട്ടു. പക്ഷെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചു. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ആ പിന്നോക്കം പോയിട്ടുള്ള, അരികവൽക്കരിക്കപ്പെട്ടിട്ടുള്ള, പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ഈ കമ്മ്യൂണിറ്റിയെ ഉയർത്തിക്കൊണ്ടുവരാൻ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് ശേഷം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ പരിണിത ഫലമാണ് വിജ്ഞാനത്തിന്റെ ഉന്നത സോപാനങ്ങളിലേക്ക് കയറി ചെല്ലാൻ നമുക്കുള്ള അവസരമുണ്ടാക്കിയത് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ ഇന്നത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിക്കിടയിൽ 10,000-കണക്കിന് വരുന്ന മദ്രസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി വളരെ കൃത്യമായ സിലബസോടുകൂടെ മതവിദ്യാഭ്യാസം നടത്തിക്കൊടുത്ത് ധാർമ്മികമായ മുന്നേറ്റത്തിലേക്ക് ഒരു സമൂഹത്തെ, ഒരു വലിയ ജനക്കൂട്ടത്തെ, ഒരു വലിയ പതിറ്റാണ്ടുകളായി നടന്നു വരുന്ന ഒരു വലിയ പ്രക്രിയക്ക് നേതൃത്വം കൊടുത്തിയ മഹാനാണ് മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. മഹാനായ CH ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മദ്രസ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് ഭൗതിക വിദ്യാഭ്യാസം വേണം. ആ ഭൗതിക വിദ്യാഭ്യാസം കൂടി കരസ്ഥമാക്കുമ്പോഴാണ് ഈ സമൂഹത്തിന് നായകത്വം വഹിക്കാൻ പുതിയ തലമുറയെ പ്രാപ്തമാക്കാൻ വേണ്ടി കഴിയുക. അവരുടെ വിദ്യാഭ്യാസ പുരോഗതിയിലൂടെ മാത്രമേ ഒരു സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ എന്ന നിശ്ചയദാർഢ്യമാണ്, ദീർഘവീക്ഷണമാണ്. ഈ 2 വിദ്യാഭ്യാസത്തിന്റെയും പ്രസക്തി നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കും. അങ്ങനെയുള്ള ഒരു സമയത്താണ് നാട്ടിൽ മഹത്തുക്കളായിട്ടുള്ള ആളുകളുടെ നേതൃത്വത്തിൽ മതവിദ്യാഭ്യാസ സമന്വയ വിദ്യാഭ്യാസം എന്നുള്ള ഒരു രൂപത്തിലേക്ക് കാര്യങ്ങൾ വന്ന് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ പിറവിയുണ്ടാകും. വിദ്യാഭ്യാസം കൊണ്ട് ലക്ഷ്യമാക്കുന്നത്
ആ വിദ്യാഭ്യാസം നേടുന്ന വ്യക്തികളുടെ പുരോഗതിയാണ്, അതുവഴി അവരുടെ കുടുംബത്തിന്റെ പുരോഗതിയാണ്, ആ നാടിന്റെ പുരോഗതിയാണ്. എന്നാൽ വിദ്യാഭ്യാസമുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ അധാർമിക രീതിയിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട്. കേരളത്തിലെ തന്നെ ഒരു കണക്കെടുത്ത് പരിശോധിച്ച് നോക്കിയപ്പോ മദ്യപാനം എന്ന് പറയുന്നത് ഏറ്റവും ശരീരത്തിന് ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ്. അതിന്റെ മതകീയമായ വിലക്കുകൾ അവിടെ നിൽക്കട്ടെ. മദ്യപാനം അവന്റെ ശരീരത്തെ തന്നെ കാർന്നു തിന്നും, ലിവറിന് പ്രശ്നമുണ്ടാക്കും, കിഡ്നിക്ക് പ്രശ്നമുണ്ടാക്കും, അതുവഴി അവന്റെ ജീവന് തന്നെ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് മദ്യപാനമെന്ന് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് മെഡിക്കൽ വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ഡോക്ടർമാർക്കാണ്. ആ ഡോക്ടർമാരെക്കാൾ കൂടുതൽ ഒരു മനുഷ്യ ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് വേറെ ആർക്കറിയാം? ഡോക്ടർമാർക്കാണ് അറിയുന്നത്. എന്നാൽ കേരളത്തിൽ ഞെട്ടിക്കുന്ന കണക്ക് വന്നത് ഏറ്റവും കൂടുതൽ മദ്യപാനം നടക്കുന്നത് ഡോക്ടർമാരുടെ കേന്ദ്രങ്ങളായിട്ടുള്ള ചില സെന്ററുകളിലാണ് എന്നുള്ളതാണ്. അപ്പൊ ഡോക്ടർമാരായിട്ടുള്ള ആളുകളുടെ ഇടയിൽ പോലും മദ്യപാനം നടക്കുമ്പോൾ തന്റെ ശരീരത്തിന് ഏറ്റവും പ്രയാസമുണ്ടാക്കുന്ന സംഗതിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മദ്യപാനം നടത്തുകയാണ്. അവിടെയാണ് ധാർമ്മിക ബോധമുള്ള ഡോക്ടർമാരെ, ധാർമ്മിക ബോധമുള്ള എഞ്ചിനീയർമാരെ, ധാർമ്മിക ബോധമുള്ള നാടിന്റെ സേവകരെ പടുത്തുയർത്താൻ നമ്മുടെ നേതാക്കന്മാർ ശിലപാകിയത്. തന്റെ വിദ്യാഭ്യാസം കൊണ്ട് താൻ നേടുന്നതോടൊപ്പം തന്റെ നാട്ടുകാർക്കും ഗുണകരമാകണം, തന്റെ വീട്ടുകാർക്ക് ഗുണകരമാകണം, തന്റെ സാമൂഹിക ചുറ്റുപാടുകൾ അറിഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതമാണ് നമ്മൾ നയിക്കേണ്ടത്. അങ്ങനെയുള്ള നാടിനും നാട്ടുകാർക്കും ഉപകരിക്കുന്ന ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കാനാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം സ്ഥാപനങ്ങളിലൂടെ വിദ്യാഭ്യാസം ചെയ്തതിന്റെ ഭാഗമായി ജീവിതത്തിൽ ഒരിക്കലും ഈ സ്ഥാപനത്തിലേക്ക് കടന്നു വന്ന് ഇവിടെ പഠനം പൂർത്തിയാക്കി സമൂഹത്തിലേക്ക് ഇറങ്ങിയതിന്റെ ഭാഗമായി ഒരു വിദ്യാർത്ഥിക്കും ഒരു രക്ഷിതാവിനും ഒരിക്കലും പരിതപിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കാത്ത രീതിയിലാണ് ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തന പന്ഥാവിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും സഹായങ്ങളും ഉണ്ടാകണം. അഭിവന്ദ്യരായ തങ്ങളുടെ നേതൃത്വത്തിൽ, മഹത്തുക്കളായ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ, ഉമറാക്കളുടെ നേതൃത്വത്തിൽ ഈ സ്ഥാപനം മുന്നോട്ട് പോകുമ്പോൾ ഈ സ്ഥാപനത്തിൽ നിന്ന് പിറവിയെടുക്കുന്ന കുട്ടികൾ അവർ ഗുരുത്വവും പൊരുത്തവുമുള്ള കുട്ടികളായി മാറുന്ന ഒരവസ്ഥാവിശേഷത്തിലേക്കാണ് കാര്യങ്ങൾ വരിക. ആ രീതിയിൽ എന്റെ പ്രിയപ്പെട്ട വിജയിച്ചു എന്നുള്ള ഒരു ഘട്ടത്തിൽ എത്തിയപ്പോ 10ാം ക്ലാസ് മാത്രം യോഗ്യത ആവശ്യമുള്ള പോളിടെക്നിക്കകത്ത് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന് ജോയിൻ ചെയ്യാം. അപ്പൊ തന്നെ 2 വർഷം അവിടെ +2 പോയത് നഷ്ടപ്പെട്ടു. ഒരു ജോലി വേണമെന്ന ഒരൊറ്റ ഉദ്ദേശം മാത്രമാണ് പോളിടെക്നിക്കിലേക്ക് പോകാനുണ്ടായ കാരണം. അപ്പോഴും എന്റെ ഒരു ഇഷ്ട വിഷയത്തിലേക്ക് എത്തിയിട്ടില്ല. പോളിടെക്നിക്ക് കഴിഞ്ഞ് MSFന്റെ ഒക്കെ സംഘടനാ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ഒരു സമയത്ത് ആണ് പിന്നീട് എന്റെ ഇഷ്ട വിഷയങ്ങളായിട്ടുള്ള ഹിസ്റ്ററിയിലേക്കും സോഷ്യോളജിയിലേക്കും ഒക്കെ എനിക്ക് നീങ്ങാൻ അവസരമുണ്ടായി. ഇപ്പൊ ഒരു നിയമ വിദ്യാർത്ഥിയായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ പതിറ്റാണ്ടുകളായി ഞാൻ എന്റെ ഇഷ്ട വിഷയത്തിലേക്ക്, എനിക്ക് അഭിരുചിയുള്ള രംഗത്തിലേക്ക് എത്താൻ 5-10 വർഷങ്ങളുടെ വ്യത്യാസം വേണ്ടി വന്നു എന്നുള്ളത് എന്റെ ജീവിതത്തിലെ ഒരു പ്രതിസന്ധിയായിരുന്നു. നിങ്ങൾ ഈ ടേണിംഗ് പോയിന്റ് കഴിഞ്ഞു നിൽക്കുന്ന സമയമാണ്. വളരെ ഉത്തരവാദിത്തപ്പെട്ട നിർണായകമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞത്. നിങ്ങൾ നല്ലവണ്ണം ആലോചിച്ച് നിങ്ങളുടെ അഭിരുചി എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങൾ ഇഷ്ട വിഷയങ്ങൾ തിരഞ്ഞെടുക്കണം. നന്നായി പഠിക്കണം. 2 വർഷം കഴിഞ്ഞാൽ ഹയർ സെക്കൻഡറിയുടെ റിസൾട്ട് വരുമ്പോഴും ഞങ്ങളൊക്കെ 5 വർഷത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ എന്ന രീതിയിൽ എല്ലാ വിഷയത്തിലും A+ വാങ്ങി നിങ്ങളെ വീണ്ടും അഭിനന്ദിക്കുവാനുള്ള അവസരം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം. അത് കഴിഞ്ഞ് നിങ്ങൾ ബിരുദ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ, ബിരുദാനന്തര ബിരുദത്തിലേക്ക് കടക്കുമ്പോൾ, അതൊക്കെ കഴിഞ്ഞ് ഉദ്യോഗ തലത്തിലേക്ക് പോകുമ്പോൾ അവിടെയാണ്
നിങ്ങളെ വളർത്തി വലുതാക്കാൻ വേണ്ടി പ്രയത്നിച്ച രക്ഷിതാക്കൾക്കും നാട്ടുകാർക്കും നിങ്ങൾ തിരിച്ചു കൊടുക്കേണ്ടത് സാമൂഹ്യ നന്മയിൽ അധിഷ്ഠിതമായിട്ടുള്ള നാടിന്റെയും വീടിന്റെയും ജീവിത പരിസരങ്ങളെ കൃത്യമായി മനസ്സിലാക്കി സേവനം ആവശ്യമുള്ളവർക്കൊക്കെ സൗജന്യ സേവനം നൽകി നിങ്ങൾ മാതൃകയാകാൻ കഴിയണം. കാരണം നിങ്ങൾ ഒരു മാതൃകാ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് പടിയിറങ്ങുന്നവരാണ്. ആ ഘട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട്, എന്റെ പ്രിയപ്പെട്ട കൊച്ചനുജത്തിമാരോട്, അനിയന്മാരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നമ്മളൊക്കെ ഇങ്ങനെ വളർത്തി വലുതാക്കുന്നതിൽ പ്രവാസികൾക്ക് വലിയ പങ്ക് വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ പ്രവാസികൾ ഇന്ന് ഓരോരുത്തരായി നാട്ടിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ പ്രതിസന്ധിയുടെ കാലമാണ്. ആ പ്രതിസന്ധിയുടെ കാലങ്ങളിൽ പ്രയാസം അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടമായതിന്റെ പേരിൽ ഇനി നമുക്ക് ആകെ പ്രതീക്ഷയുള്ളത് നാട്ടിൽ തന്നെ എന്തെങ്കിലും ജോലി ചെയ്യുക എന്നുള്ളതാണ്. നാട്ടിലെ ഏറ്റവും വലിയ ജോലി ചെയ്യാൻ കഴിയാവുന്ന സാഹചര്യം ഗവൺമെന്റ് സർവീസുകളിൽ പരമാവധി ഉൾക്കൊള്ളാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ അറിയണം, 8ാം തരം വിദ്യാഭ്യാസ യോഗ്യതയുള്ള തൊഴിലുകൾ നമ്മുടെ നാട്ടിലുണ്ട്. PSC 10ാം തരം യോഗ്യതയുള്ള മാനദണ്ഡമാക്കിയിട്ടുള്ള തൊഴിലവസരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഹയർ സെക്കൻഡറി തലം, അതുപോലെ ബിരുദം, അങ്ങനെ നിങ്ങളുടെ യോഗ്യത എന്താണോ ആ യോഗ്യതക്കനുസരിച്ചിട്ടുള്ള ജോലി ഒഴിവുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അത് സ്വായത്തമാക്കാൻ നമുക്ക് കഴിയണം. രാഷ്ട്രീയമായി നമുക്ക് നേടാനുള്ള എല്ലാ സംവിധാനങ്ങളും നമുക്കുണ്ട്. നമുക്ക് നേരിട്ട് ഭരണ പങ്കാളിത്തം ലഭിച്ച അവസരങ്ങളുണ്ട്. നമുക്ക് സ്വാധീനിക്കാൻ കഴിയാവുന്ന ആളുകൾ അധികാരത്തിലെത്തിയ സമയമുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും നമുക്ക് രാഷ്ട്രീയമായി നേടാൻ കഴിയാവുന്നതൊക്കെ നേടാൻ നമുക്ക് അവസരമുണ്ട്. ആ തീരുമാനങ്ങളൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാർ എടുക്കുമ്പോൾ ആ തീരുമാനങ്ങൾ നടപ്പിലാക്കേണ്ടത് നാട്ടിലെ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് നമ്മുടെ ഇടയിൽ തന്നെ അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ അനധിവിദൂരമല്ലാത്ത ഭാവിയിൽ കൂടുതലായി വളർന്നു വരേണ്ടതുണ്ട്. നമ്മൾ ആ വിഷയമാണ് ഇനിയുള്ള കാലത്തിൽ ഏറ്റെടുക്കേണ്ടത്. നമ്മുടെ നാട്ടിലെ വില്ലേജ് ഓഫീസർ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഉണ്ടാകട്ടെ. നമ്മുടെ നാട്ടിലെ അഗ്രികൾച്ചർ ഓഫീസർ നമ്മുടെ നാട്ടിൽ നിന്നുണ്ടാകട്ടെ. നമ്മുടെ പഞ്ചായത്തിലെ ജീവനക്കാർ നമ്മുടെ നാട്ടിൽ നിന്നുണ്ടാകട്ടെ. നമ്മുടെ നാട്ടിലുള്ള എല്ലാ സർക്കാർ തലത്തിലുള്ള ജോലിക്കാരും നമ്മുടെ മലബാറിൽ നിന്ന് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാകട്ടെ. അങ്ങനെ സുന്ദരമായ ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ പുതിയ കാലഘട്ടത്തിൽ അതിജയിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള പഠനത്തോടൊപ്പം നിങ്ങൾ കരഗതമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയിലേക്കുള്ള സാധ്യതകളെ നോക്കിക്കൊണ്ട് അത്തരത്തിലുള്ള മത്സര പരീക്ഷകളെ കൂടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം എന്നുകൂടി ഈ സമയത്ത് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ സുദീർഘമായി സംസാരിക്കുന്നത് അവരുകളൊക്കെ ഒട്ടേറെ തിരക്കുള്ള ആളുകളായിരുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട്, എൻ്റെ കൊച്ചനുജന്മാരോട്, അനിയത്തിമാരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ആ രീതിയിൽ നിങ്ങൾക്ക് സ്വപ്നം കാണാൻ കഴിയാനും ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയാനുമുള്ള കൃത്യമായ രീതിയിൽ നിങ്ങളുടെ പഠന പ്രക്രിയകളെ നിങ്ങൾ ക്രമപ്പെടുത്തണം എന്ന് മാത്രം ഈ സമയത്ത് സൂചിപ്പിച്ച് വളരെ മനോഹരമായ ഒരു വിജയം ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് 100% വിദ്യാർത്ഥികളും വിജയിച്ചിരിക്കുകയാണ്. 10ാം തരം പരീക്ഷ എഴുതിയ 100% വിജയിച്ച നമുക്ക് 2 ഹയർ സെക്കൻഡറി സ്കൂളുകളാണ് നമ്മുടെ ഈ പഞ്ചായത്തിലുള്ളത്. ഒന്ന് ഗവൺമെന്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചെറിയമുണ്ടം, 2 അൺഎയ്ഡഡ് മേഖലയിൽ പ്രവർത്തിക്കുന്ന മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഈ 2 ഹയർ സെക്കൻഡറി സ്കൂളും ഇത്തവണ 10ാം തരം പരീക്ഷയിൽ 100% വിജയമാണ് എന്ന് പറഞ്ഞാൽ ഒരു നാട് വളരെയേറെ സന്തോഷത്തിലാണ് എന്നാണ് എൻ്റെ അർത്ഥം. മാത്രമല്ല നമുക്ക് ഇവിടെ 5 കുട്ടികളാണ് മുഴുവൻ വിഷയത്തിലും A+. അപ്പുറത്തെ ചെറിയമുണ്ടത്തെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും 5 കുട്ടികൾക്കാണ് മുഴുവൻ വിഷയത്തിലും A+. ഈ മത്സര ഓട്ടത്തിൽ ആമയും മുയലും പന്തയം വെച്ചതുപോലെയല്ല. നമ്മൾ കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മളും ഒരു ഗവൺമെന്റ് സംവിധാനത്തോടൊപ്പം ചേർന്നെത്തിയിരിക്കുന്നു എന്ന് മാത്രം മോശക്കാരനല്ല. അൺഎയ്ഡഡ് കുട്ടികളാണ് എന്ന് വിചാരിച്ച് 2ാം തരം വിദ്യാർത്ഥികളായിട്ടൊന്നും കാണണ്ട. നമ്മളും ഗവൺമെന്റ് സംവിധാനത്തോടൊപ്പം മത്സരിച്ചെത്തിയിരിക്കുന്ന ഒരു വർഷം കൂടിയാണ് ഈ വർഷം എന്നുകൂടി ഈ സമയത്ത് സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ വിജയികളെയും, കോവിഡ് കാലമാണ്, പ്രതിസന്ധികൾക്കിടയിലാണ് നമ്മൾ വിജയിച്ചത്. അതുകൊണ്ട് തന്നെ
മുഴുവൻ A+, പിന്നെ ചെറിയ വിഷയങ്ങളിലൊക്കെ നഷ്ടപ്പെട്ടെങ്കിലും ബാക്കിയുള്ള കുട്ടികൾക്കും 9A+, 8A+, അങ്ങനെയൊക്കെ ഉണ്ട്. 28 കുട്ടികൾ വിജയിച്ചു. ഈ സന്തോഷത്തിൽ ഈ കോവിഡ് പ്രതിസന്ധിയുടെ സമയത്തും നിങ്ങൾ ഈ നേടിയിട്ടുള്ള മിന്നും വിജയത്തെ നിങ്ങളുടെ ഒരു എളിയ ജനപ്രതിനിധി എന്ന രീതിയിൽ ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് അതിനുവേണ്ടി പരിശ്രമിച്ച രക്ഷിതാക്കൾ, അധ്യാപകർ, ജീവനക്കാർ, നമ്മുടെ വീട്ടിലെയും നാട്ടിലെയും ഒക്കെ മറ്റാളുകൾ എല്ലാവരോടും നിങ്ങൾ നന്ദിയുള്ളവരാകണം എന്നെൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഒരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ അർപ്പിച്ച് ഞാൻ വാക്കുകൾ സ്മരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ വേദിക്ക് ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി സ്ഥാപനത്തിൽ ഉപാധ്യക്ഷൻ ബഹുമാനപ്പെട്ട അഭിവാദ്യം. നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത ബഹുമാനപ്പെട്ട മറ്റു മാനേജ്മെൻറ്റിൻ്റെ ഭാരവാഹികളെ, നല്ലവരായ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, അധ്യാപകരെ, നല്ലൊരു സന്തോഷത്തിൻ്റെ ഈ വേദിയിൽ പങ്കെടുക്കാൻ സാധിച്ചത് ആദ്യമായി അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. കാരണം നല്ലൊരു വിജയം കൈവരിക്കാൻ ഈ പ്രാവശ്യം നമ്മുടെ കോളേജിന് സാധിക്കുകയും അതോടൊപ്പം തന്നെ അടുത്ത വർഷം SLCക്കുള്ള കുട്ടികൾ തയ്യാറെടുപ്പോടുകൂടി ഈ കോളേജിൽ ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കുകയും അവരുടെ രക്ഷിതാക്കൾ ഇവിടെ കൂടിയിട്ടുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ടുള്ള ഒരു അവസ്ഥയാണ് ഈ ഇത്രയും A+ വാങ്ങിയ ഈ കുട്ടികൾ നമ്മുടെ സ്ഥാപനത്തിൽ ഇതുവരെ തുടർന്ന് പോന്നിരുന്നത്. നമുക്കറിയാം, വളരെ അസൗകര്യങ്ങളോട് കൂടിയ ഒരു സ്ഥാപനത്തിൽ നിന്നും ഇന്ന് അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി നമുക്ക് നല്ലൊരു അന്തസ്സായ ഒരു അന്തരീക്ഷത്തിലുള്ള ഒരു സ്ഥാപനം, അതുപോലെ തന്നെ നല്ലൊരു അന്തരീക്ഷത്തിലുള്ള ഒരു സിറ്റുവേഷനിൽ അടുത്തതായിട്ട് ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് അതിൽ അവരുടെ വിജയത്തിനുള്ള ഏറ്റവും വലിയൊരു മാർഗമായി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി എല്ലാവരും നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടി നിങ്ങളുടെ രക്ഷിതാക്കൾ, അതുപോലെ മാനേജ്മെൻറ്റ് എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. വേദിയിരിക്കുന്ന താങ്കളടക്കമുള്ള പ്രിയപ്പെട്ട മാന്യ വ്യക്തികളെ, അധ്യാപകന്മാർ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും. നമ്മൾ ഈ പുതിയ ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് നമുക്ക് ആദ്യത്തെ വർഷം നല്ല റിസൾട്ട് കിട്ടണം, ആ റിസൾട്ട് വഴി നമുക്ക് മുന്നോട്ട് പോകണമെന്ന് ഞങ്ങളെല്ലാം തീരുമാനിച്ചതായിരുന്നു. ആ കാര്യത്തിലേക്ക് ഇതുവരെ ഇല്ലാത്തൊരു വിജയം മർക്കസിന് നേടിത്തന്ന എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ വളരെയധികം അഭിനന്ദിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ കാര്യത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഇതുവരെ പ്രയാസപ്പെട്ട് അനുഭവിച്ച എല്ലാ മാന്യ അധ്യാപകർക്കും എൻ്റെ അഭിവാദ്യം അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇനിയുള്ള ഈ വിജയത്തിൻ്റെ തിളക്കത്തോടുകൂടി ഈ സ്ഥാപനം മുന്നോട്ട് പോകും എന്ന് നമ്മളെല്ലാവരും പ്രതിജ്ഞ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് കിട്ടുന്ന അവസരമാണ്. അടുത്തായി ബഹുമാനപ്പെട്ട കാസിം സാഹിബ്. ആദരണീയനായ ബഹുമാനപ്പെട്ട KSK തങ്ങളവരുടെ, ഞങ്ങളുടെ സുഹൃത്തും യുവജന നേതാവുമായ PK സാഫി സാഹിബ്, വേദികളുടെ മറ്റ് കമ്മിറ്റി വാർത്തകളിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുദീർഘമായ ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല. കാര്യങ്ങളൊക്കെ വളരെ ഗൗരവത്തോടു കൂടി തന്നെ ബഹുമാനപ്പെട്ട തങ്ങളെ ഈ മൊബൈലിൻ്റെ ഉപയോഗത്തെക്കുറിച്ചും അതുപോലെ PK സാഫി സാഹിബും ഇന്നത്തെ ചുറ്റുപാടിനെക്കുറിച്ച് ഞങ്ങളെ ബോധ്യപ്പെടുത്തുകയുണ്ടായി. ഈ മർക്കസ് തഅലീമുൽ ഇസ്ലാമി എന്ന സ്ഥാപനത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടിട്ട് പഴയൊരു ബിൽഡിങ്ങിലായിരുന്നു. അവിടെ ഒരുപാട് കാര്യങ്ങൾ പോരായ്മകൾ വന്നിട്ട്
ഒരുപാട് വിദ്യാർത്ഥികളൊക്കെ അവിടുന്ന് പഠിച്ചിറങ്ങി. അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഒരു പുതിയ സ്ഥാപനത്തിന് നമ്മളൊക്കെ തുടക്കം കുറിക്കുകയും ആ സ്ഥാപനം നല്ലൊരു രീതിയിലെത്തി നല്ലൊരു രീതിയിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് കുട്ടികളെ വാർത്തെടുക്കണമെന്ന നിയ്യത്തോടു കൂടി ഞങ്ങൾ എല്ലാവരും കൂടി ഒരുങ്ങിയെങ്കിലും അള്ളാഹുവിൻ്റെ വിധി എന്ന് പറയാൻ നമുക്കൊരു മാരകമായ രോഗം പിടിപെടുകയും എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്കൊക്കെ ഒരുമിച്ചിരുന്ന് പഠിക്കാൻ പറ്റാത്തൊരു സാഹചര്യം നമ്മളോട് കടന്നുപോവുകയും ചെയ്തു. ആ സാഹചര്യത്തിലാണ് വളരെ വിജയം നേടിത്തന്നു സ്ഥാപനം. ഞങ്ങൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട മക്കൾ ഈ സ്ഥാപനത്തിൻ്റെ പേര് നിലനിർത്തിക്കൊണ്ട് 100% വിജയം നേടിത്തരികയും അതിന് വളരെയധികം പ്രയത്നിച്ച പ്രിയപ്പെട്ട അധ്യാപകരോടും വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും വളരെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്, അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് തങ്ങളെ വാക്കിൽ നിന്ന് കടമെടുത്തുകൊണ്ട് ഒരു വാക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം നമ്മളൊക്കെ മക്കൾ ഇന്ന് മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൊബൈലിലൂടെ പഠിക്കുമ്പോൾ നിങ്ങളൊക്കെ ഓൺലൈൻ ക്ലാസ് അല്ലേ എന്ന് പറഞ്ഞവരെ തള്ളിവിടരുത്. തങ്ങൾ പറഞ്ഞ വാക്ക് വളരെ ഗൗരവമുള്ളതാണ്. ഞങ്ങൾക്ക് അനുഭവത്തിൽ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. മൊബൈലിൻ്റെ ഉപയോഗം കൊണ്ട് ഒരുപാട് ജീവിതങ്ങളാണ് തകർന്നു പോകുന്നത്. ഇന്ന് നമ്മുടെ മൊബൈൽ എടുത്തിട്ട് അതിൽ ഇന്നത് വേണമെന്ന് വായ കൊണ്ടൊരു വാക്ക് പറഞ്ഞാൽ മതി, അത് അപ്പോൾ തന്നെ അതിൽ പ്രത്യക്ഷപ്പെടും. നമുക്കാർക്കും അത് അറിയില്ല. 3 വയസ്സായ കുട്ടികൾക്ക് ഇന്ന് എന്താണ് അത് ഉപയോഗിക്കേണ്ടതെന്നുള്ള രീതി അറിയാൻ സാധിക്കും. അങ്ങനത്തെ കാലഘട്ടത്തിലൂടെയാണ് മക്കൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കാര്യത്തിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ശ്രദ്ധ വേണം. നമ്മുടെ കുട്ടികളെ ഭാവിയാണ് നമുക്ക് വലുത്. അവരെ നല്ല സമുദായത്തിന് പറ്റിയ നല്ല മക്കളായി വളർത്തിയെടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങളൊക്കെ കഷ്ടപ്പെടുന്നത്. ആ നിങ്ങൾ നമ്മുടെ മക്കളെ നാളെ നിങ്ങൾക്ക് നമുക്കെതിരിൽ നമ്മുടെ രക്ഷിതാക്കൾക്കെതിരെ തിരിയുന്ന ഒരു മക്കളായി അവർ മാറാൻ പാടില്ല. അവരെ ഇപ്പോഴും ഒരു കണ്ണ് നിങ്ങൾക്ക് ഉണ്ടാവണമെന്ന് മാത്രമേ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് ഉന്നത വിദ്യാഭ്യാസത്തിന് നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകൾ തിരഞ്ഞെടുക്കുക. സയൻസ് അല്ലാത്ത എല്ലാ കോഴ്സും ഞങ്ങളിവിടെ കൊടുക്കുന്നുണ്ട്. സയൻസിന് ഉദ്ദേശിക്കുന്നവർക്കൂടെ അതില്ല. ഇൻഷാ അല്ലാഹ് അതിന് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാ കോഴ്സും നിങ്ങൾ മർക്കസിനെ സംബന്ധിച്ച് നിങ്ങൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ പറഞ്ഞല്ലോ, ഇൽമിൻ്റെ കൂട്ടത്തിലൂടെ നല്ല ഒരു കുട്ടികളെ വിദ്യാർത്ഥികളെ നേടിയെടുക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിന് എല്ലാ രക്ഷിതാക്കളെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് ഞങ്ങൾ സഹകരണം ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നിർത്തുന്നു. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരുപാട് ആളുകളെയും ആശംസ അർപ്പിക്കേണ്ടത് എല്ലാവരും സമയത്തിന് പരിഗണിക്കുന്നതിൽ മാർഗം ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ രക്ഷിതാക്കളുടെ പ്രതിനിധിമാരുടെ ഭാഗത്ത് 2 മിനിറ്റ്. അസ്സലാമു അലൈക്കും. യോഗാധ്യക്ഷൻ സെൻസായി തങ്ങൾ അതുപോലെ കുറഞ്ഞ സമയത്ത് കൊണ്ട് തന്നെ നമ്മുടെ ഈ ഡിവിഷനിൽ തിളങ്ങി നിൽക്കുന്ന ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രിയങ്കരനായ നമ്മുടെ മെമ്പർ സാഹിബ്, പ്രധാന ജലീൽ മാസ്റ്റർ, മറ്റ് കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടവർ, വേദിയിലുള്ള വിശിഷ്ട വ്യക്തി സാഹിബ് രക്ഷിതാവിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതിനിധിയായിട്ട് അനുമോദനം അല്ലെങ്കിൽ ആശംസ അർപ്പിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ നിന്നുള്ളത്. എൻ്റെ മകന് ഈ സ്ഥാപനത്തിൽ പഠിക്കുന്നുണ്ട്. ഈനടുത്തൊരു ഹൈസ്കൂളിൽ നിന്നാണ് ഞാൻ അവരെ ഇങ്ങോട്ട് മാറ്റിയത്. അന്ന് മറ്റുള്ള കാര്യങ്ങളൊന്നും സമയം പരിമിതമാണ്, പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കാം. അന്ന് മറ്റുള്ള പരിഗണനകളൊന്നുമല്ല ഞാൻ ആദ്യം ആലോചിച്ചത്. ഹുസൈൻ സാഹിബുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേര് മാത്രമാണ് അന്ന് ഞാൻ എൻ്റെ മകനെ ഇങ്ങോട്ട് മാറ്റിയിട്ടുള്ളത്. തുടക്കത്തിൽ SLCന് മുമ്പ് തന്നെയുള്ള ക്ലാസ്സുകളിൽ സ്വല്പം പിന്നോക്കമായിരുന്നു. ഞാനിവിടെ സ്കൂളിൽ വരുന്ന സമയത്തെല്ലാം എൻ്റെ അധ്യാപകർ, പ്രത്യേകിച്ച് ടീച്ചേഴ്സ് എന്നോട് അതിനെക്കുറിച്ചൊക്കെ പറയാറുണ്ടായിരുന്നു. ഏതായാലും അവരുടെ എല്ലാം കഠിന പ്രയത്നത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് മുൻപിൽ ഇല്ല എങ്കിൽ പോലും നല്ലൊരു വിജയം അവന് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന് മുഹമ്മദ് ഇസാഖ് എന്നാണ് കുട്ടിയുടെ പേര്. അതിന് അവനെ പ്രാപ്തനാക്കിയ ആ അധ്യാപകർക്ക് പ്രത്യേകമായി ഇസ്ലാം എന്ന നിലയിൽ ഞാൻ നന്ദി അറിയിക്കുന്നതോടൊപ്പം ഈ സ്ഥാപനത്തിൽ നിന്നും ഈ വർഷത്തെ SLCയിൽ ഉന്നത വിജയം നേടിയ എല്ലാ വിദ്യാർത്ഥികൾക്കും എൻ്റെ ആശംസ അറിയിച്ചുകൊണ്ട് നോക്കുന്നു. അസ്സലാമു അലൈക്കും.
നമ്മുടെ സമ്മാന വിതരണമാണ്. മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടി വിജയിച്ച വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനമാണ് ആദ്യം വിതരണം ചെയ്യുന്നത്. സമ്മാനം നൽകുന്നതിന് വേണ്ടി സ്ഥാപനത്തിൻ്റെ മുഖ്യ രക്ഷാധികാരി SK തങ്ങൾ അവരുടെ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ആദ്യമായി അർഷിതയുടെ രക്ഷിതാവിനെയും കുട്ടിയെയും രക്ഷിതാവിനെയും ക്ഷണിക്കുകയാണ്. അടുത്തതായി ഹനാൻ ഇ. അസ്മ റിൻഷി. പാരൻസ് വന്നവരെ അവർ കൂടി വരേണ്ടതാണ്. റഹീമക്കുള്ള സമ്മാനം നൽകുന്നത് നമ്മുടെ മുഖ്യാതിഥി DK ഷാഫി സാർ. ഫാത്തിമ റിൻഷ കേസ്. A+ വാങ്ങി വിജയിച്ചവർക്കുള്ള സമ്മാനമാണ് വിതരണം ചെയ്യുന്നത്. മുഹമ്മദ് സഫ്വാൻ. ഫാത്തിമ റബീഹ KK. അഫ്സാന. ഫർസാന ജബിൻ. ഫാത്തിമ മുൻസിയ. A+ നേടിയ ഷിഫ തസ്നീം. നൽകുന്നത് CSK മുഹമ്മദ് സാഹിബ്. ഫാത്തിമ പുനയ്യ. അബ്ദുഹാജി വിതരണം ചെയ്യുന്നു. A+. ഫാത്തിമ റിൻഷ MP.
റാജി വിതരണം ചെയ്യുന്നു. ഫാത്തിമ നിദായം, ഫാത്തിമ നിദായം, റിസാന പി, റിസാന പി, ഇർഫാന ഷെറി, സന സഫ്ല, വിതരണം ചെയ്തത് PT കാസിം സാഹിബ്, സന സഫ്ല, ജസ്ല MP, മറ്റ് ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾ മുഹമ്മദ് അസ്ലഹ്, ഫാത്തിമ ഫിദ, പി, ജാസ്മിൻ പി, സഫാ ഷർബിൻ, മുസ്ബിറ, റിഷാ സലാം, ജിസ്രിയ, ഫസ്ല MP, മുഹമ്മദ് വിശാലിയ, മുഹമ്മദ് അറഫാൻ, SLC പരീക്ഷയിൽ പങ്കെടുത്ത് വിജയിച്ച് മെമന്റോ ലഭിക്കാത്തവർ ആരുമില്ലല്ലോ, ഉണ്ടെങ്കിൽ അറിയിക്കുക. 2019-20 നടന്ന LSS സ്കോളർഷിപ്പ് നമ്മുടെ സ്കൂൾ ആദ്യമായി ഒരു കുട്ടിയെ സ്കോളർഷിപ്പിന് അർഹമാക്കാൻ നമുക്ക് സാധിച്ചു. ആ ഉന്നത വിജയം കരസ്ഥമാക്കിയ മർക്കസിന്റെ യശസ് ഉയർത്തിയ ഫാത്തിമ റിഹാപ്പി അവർക്കുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സർട്ടിഫിക്കറ്റ് ബഹുമാനപ്പെട്ട ഷാഫി സാഹിബ് വിതരണം ചെയ്തു. അതിനുവേണ്ടി കുട്ടിയെ ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ മദ്രസ പൊതുപരീക്ഷയിൽ 5th സ്റ്റാൻഡേർഡിൽ നിന്നും ഡിസ്റ്റിങ്ഷനോടെ പാസ്സായിട്ടുള്ള ഫാത്തിമത്ത് റിഹ അവർക്കുള്ള സമ്മാനവും ഷാഫി സാർ വിതരണം ചെയ്തു. അതുപോലെ മദ്രസ പൊതുപരീക്ഷയിൽ വിജയം കൈവരിച്ച 7th സ്റ്റാൻഡേർഡിൽ മുഫീദ പി പി, ഫാത്തിമ റന പി, 5th സ്റ്റാൻഡേർഡ്, ഉദ പി 7th സ്റ്റാൻഡേർഡ്, മുഹമ്മദ് നിഹാദ് 7th സ്റ്റാൻഡേർഡ്, അതോടൊപ്പം തന്നെ വിജയത്തിന്
പ്രധാന പങ്ക് വഹിച്ച പ്രിയപ്പെട്ട അധ്യാപകർക്കുള്ള സമ്മാനം വിതരണം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട സെക്രട്ടറി അവർക്കുള്ളാണ്. ഫിസിക്സ് കെമിസ്ട്രി അതിൽ തൻ്റെ ശ്രദ്ധേയമായ സംഭാവന നൽകിയ ജാഫർ മാസ്റ്റർ ഈ സമയത്ത് ആദരിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഒരു ബാലികേറാമലയായി നിൽക്കുന്ന മാത്തമാറ്റിക്സ് അത് വളരെ ഈസിയായി കുട്ടികളിലേക്ക് എത്തിച്ച ഷംസുദ്ദീൻ സാർ ഈ സമയത്ത് എല്ലാ കുട്ടികളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിച്ച് ക്ലാസ് ടീച്ചറായിരുന്ന നസീമ ടീച്ചർ സ്ഥാപനത്തിലെ സീനിയർ അധ്യാപികയും അറബിക് അധ്യാപികയുമായിരുന്ന ടീച്ചർ ടീച്ചറിന്റെ സമ്മാനം അലിമാൻ സാഹിബ് കൊടുക്കുന്നു. ബയോളജി അധ്യാപിക ഷരീഫ ടീച്ചർക്ക് നൽകുന്നു. ആബിദ ടീച്ചർ, അനുഷ ടീച്ചർ, മലയാളം അനുഷ ടീച്ചർ, അതോടൊപ്പം റഹീന ടീച്ചർ ആബ്സെന്റ് ആണ്. ഈ ഉപഹാര സമർപ്പണത്തിന് നന്ദി അറിയിക്കുന്നതിന് വേണ്ടി മുഹമ്മദ് സഫ്വാൻ അതിനു മുമ്പ് 8 മിനിറ്റ് ഫുൾ A+ കിട്ടിയ മുഴുവൻ വിദ്യാർത്ഥികളും ഒന്ന് ഫ്രണ്ടിലേക്ക് വരിക. ഒരു ഗ്രൂപ്പ് ഫോട്ടോ സെഷന് വേണ്ടിയിട്ട് ഉപഹാരം കയ്യിൽ പിടിച്ചു വരിക. ഞങ്ങൾക്ക് ഉപഹാരം തന്ന കമ്മിറ്റി അംഗങ്ങൾ, ടീച്ചർമാർ, അതിന് സഹായിച്ച ടീച്ചർമാർ എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നന്ദി. 2021-22 ബാച്ചിന്റെ പ്രതിനിധി ഫസീല 2 വാക്ക് സംസാരിക്കും.
സ്റ്റാഫിൻ്റെ പ്രതിനിധിയായിട്ട് കുറിച്ച് ടീച്ചർ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ഈ സെഷൻ അവസാനിച്ചാൽ 2021-22 SSC എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ അവിടെ തന്നെ ഇരിക്കുക. അവരുടെ നോട്ട് കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. ഇതുവരെയുള്ള ക്ലാസ്സിൻ്റെ നോട്ട് നമുക്ക് ചെക്ക് ചെയ്യാനുണ്ട്, കുറച്ച് നിർദ്ദേശങ്ങൾ നൽകാനുണ്ട്. അതോടൊപ്പം ഇവിടെ പ്രസംഗിച്ച സഫ്വാനും ഫസീലൊക്കെ പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. കാരണം കിട്ടുന്ന ചാൻസ് നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക. വലിയൊരു സദസ്സ് കിട്ടുമ്പോൾ നമ്മളെപ്പോഴും പറയാറുണ്ട്, പ്രസംഗിക്കാണ്ട് വിളിക്കുമ്പോൾ ബട്ടർഫ്ലൈസ് ഇൻ ദി സ്റ്റമക്ക് അല്ലേ, എന്തൊക്കെ അവർ കയറി ഇറങ്ങും. അതാണ് പ്രസംഗിച്ച് കഴിഞ്ഞാൽ ഒരു ആശ്വാസം കിട്ടും. അത് കിട്ടുന്ന ചാൻസ് നിങ്ങൾ മാക്സിമം മുതലാക്കുക. ഏതായാലും ഈ സെഷന് നന്ദി അറിയിക്കുന്നതിന് വേണ്ടി ഫാറൂഖ് ഫൈസിയെ ക്ഷണിക്കുന്നു. ഈ സെഷൻ ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു. ഞങ്ങൾ കുറേ ദിവസത്തിന് ശേഷം കണ്ട ഫ്രണ്ട്സ് ആയിരിക്കും. അപ്പോൾ ആ തരത്തിലുള്ള എന്താ പറയുക അഭിവാദ്യങ്ങളൊന്നും വേണ്ട, പെട്ടെന്ന് വീട്ടിലേക്ക് പിരിഞ്ഞു പോകണമെന്നും കൂടി ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങളോട് അറിയിക്കുകയാണ്.